വെൽക്കംസ് ടു രഞ്ജൂസ് കൂട്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു നെയ്മീൻ പൊരിച്ചതാണ്. ഒട്ടുമിക്ക എല്ലാ മലയാളികൾക്കും മീൻ പൊരിച്ചതെന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഊറും അല്ലേ. അപ്പോൾ നമുക്കിതൊരു നെയ്മീൻ പൊരിച്ചതുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറച്ച് നെയ്മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് കഴുകി വൃത്തിയാക്കി നല്ല വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയാക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ചെറുനാരങ്ങ നീര് പിഴിഞ്ഞത്. ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് തിക്കായി പോവുകയും ചെയ്ത് ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്. നമ്മളതുപോലെ ഒരു മീഡിയം ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് മീനെല്ലാം അതിലോട്ടിട്ട് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണം. ഇവിടെ നമ്മൾ മീൻ കൂടുതൽ കറി വെക്കുന്നതിനേക്കാൾ കൂടുതൽ മീൻ പൊരിക്കുകയാണ് ചെയ്ത്. കാരണം കുട്ടിക്കാണെങ്കിൽ അവൾ കറി വെച്ച മീൻ അത്രയും കഴിക്കാറില്ല. പൊരിച്ച മീനാണെങ്കിൽ അവൾ പിന്നെയും കുറച്ചുകൂടി മീനൊക്കെ കഴിക്കും. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് മീനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളൊരു പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായതിന് ശേഷം അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മീൻ അതിനകത്ത് ഓരോന്ന് എടുത്തിടുക. അപ്പം നമ്മുടെ നെയ്മീൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നെയ്മീനാണ്. അപ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് നമ്മൾ ആ പാനിൽ കൊള്ളൂല. അപ്പോൾ നമ്മൾ 3 എണ്ണം വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. മീൻ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ കറിവേപ്പില ഇടുന്നത്. പാനിൽ മീൻ ഇട്ടതിന് ശേഷം മുകളിൽ മസാലയൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് മസാലയൊക്കെ കുറച്ചുകൂടി തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും മീൻ നല്ല ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മീൻ തിരിച്ചിടുക. എനിക്ക് തിരിച്ചിടുന്നത് നല്ല പേടിയാണ് കേട്ടോ മീൻ. അതുകൊണ്ടാണ് ഞാൻ സ്പൂണൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത മീനും കൂടി സെയിം പാനിൽ തന്നെ അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഒഴിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിലും അതുപോലെ തന്നെ മസാലയെല്ലാം ബാക്കിയുള്ള മസാലയെല്ലാം അതിൽ തന്നെ എല്ലാം പറ്റിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ചൊക്കെയിട്ട് നല്ലപോലെ മുരിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മീൻ കരിഞ്ഞു പോകാനിട വരുത്തരുത്. അപ്പോൾ നമ്മൾ അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ മീൻ പൊരിച്ചെടുക്കുക. നമ്മുടെ നെയ്മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.